നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചന്ദ്രു, മാധവേട്ടൻ ഇറങ്ങിയോ? എന്താ ഇത്? നീ സങ്കടപ്പെടുകയായിരുന്നോ? ഒന്നുമില്ല മാധവേട്ട. ചന്ദ്രികെ, പെണ്ണ് കാണാൻ വന്ന പയ്യൻ വരാത്തതിന്റെ പേരില് ഇവിടെ ആകാശമൊന്നും തകർന്നു വീഴാൻ പോകുന്നില്ലല്ലോ. നമ്മുടെ മോളെ പോലൊരു നല്ല പെൺകുട്ടിയെ അവന് വിധിച്ചിട്ടില്ല എന്ന് കരുതിയാ മതി. വന്ദനയ്ക്ക് കല്യാണപ്രായം കഴിഞ്ഞു പോയിട്ടൊന്നുമില്ലല്ലോ. വന്ദനയേക്കാൾ പ്രായമുള്ള എത്രയോ പെൺകുട്ടികളുടെ കല്യാണം നടക്കുന്നു. പെണ്ണ് കാണാൻ വരാമെന്ന് പറഞ്ഞ് ചെറുക്കൻ കൂട്ടര് വരാത്തതിലല്ല മാധവേട്ട. ഇതിപ്പോ ഒരു നിത്യസംഭവമാണെന്നുള്ള മട്ടില് എന്റെ കുഞ്ഞ് ജോലിക്കിറങ്ങിപ്പോയപ്പോ അത് കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. വേണ്ട, താൻ കരയണ്ട. നിന്റെ സന്തോഷമാണ് ഈ കുടുംബത്തിന്റെ പ്രകാശം. വൈകുന്നേരം വന്ദന ജോലി കഴിഞ്ഞ് വരുമ്പോ ചിരിച്ചുകൊണ്ട് വേണം അവളോട് സംസാരിക്കാൻ. നോക്ക് ചന്ദ്രു, നമ്മൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. അപ്പോ നമ്മുടെ മക്കൾക്കും നല്ലതേ വരൂ. ഞാൻ പോയിട്ട് വരാം. അയ്യോ, ഞാൻ മറന്നു. മാധവേട്ട നിക്ക്, ഞാൻ ടിഫിൻ ബോക്സ് എടുത്തിട്ട് വരാം. ഇന്ന് രാവിലെ ഓഫീസിൽ പോയിരുന്നമ്മേ. ലീവ് പറഞ്ഞിട്ടിങ്ങ് പോന്നു. അതെന്താണെന്നാ ഞാൻ ചോദിച്ചത്. അതൊന്നും പറയണ്ട. വന്ദന ചേച്ചി പെണ്ണ് കാണാൻ ഇന്നൊരു കൂട്ടര് വരുമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് സമയത്ത് അവര് വന്നില്ല. ഒന്നാലോചിച്ചാ വന്ദന ചേച്ചിയുടെ കാര്യം കഷ്ടം അമ്മ. ജാതകദോഷം മൂലം ആ കല്യാണം മുടങ്ങി പോവാ. അതെ, ജാതകദോഷം കൊണ്ട് മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ ഹൃദയവേദന കൊണ്ടാ മനോജിന്റെ പെങ്ങളുടെ കല്യാണം നടക്കാത്തത്. മനോജിരിക്കുമ്പോ അത് പറയാൻ പറ്റില്ലല്ലോ. നിന്റെ കല്യാണത്തെക്കുറിച്ച് എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു ഞങ്ങൾക്ക്. പൂജകളും നേർച്ചകളും വഴിപാടുകളും ഒക്കെ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിലൊക്കെ നടത്തിയില്ലേ ഞാൻ. ഈ നാട്ടിലെ ഏറ്റവും ആർഭാടമായ വിവാഹമായിരിക്കണം നിന്റേതെന്ന് മനക്കണക്കുകൾ ഒത്തിരി കൂട്ടിയിരുന്നവളായി അമ്മ. എന്നിട്ട് എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച് ആ മനോജ് നിന്നെ അടർത്തിയെടുത്തതല്ലേ. ആ മനോദുഃഖം ഒരു പെറ്റമ്മ അനുഭവിക്കുമ്പോ അവന്റെ സഹോദരിയുടെ വിവാഹം എങ്ങനെ നടക്കാനാടി? സമ്മതിച്ചു. എന്റെ വിവാഹം അമ്മയുടെ ഇഷ്ടപ്രകാരം നടന്നില്ലെങ്കിലും ഇനി വിവാഹം കഴിക്കാൻ അമ്മയ്ക്ക് ഒരു മകനും കൂടെ ഉണ്ടല്ലോ, ജഗൻ. നീ നോക്കിക്കോ, ജഗന്റെ വിവാഹം ഒരു ഉത്സവം പോലെ നടത്തും. കുടുംബ മഹിമയും സമ്പത്തും ഉള്ള വിദ്യാസമ്പന്നയായ സുന്ദരിയായ ഒരു പെണ്ണായിരിക്കും അവന്റെ പെണ്ണ്. അവനേക്കാളും കുറച്ചു വയസ്സെങ്കിലും പ്രായക്കുറവുള്ള, ആര് കണ്ടാലും നോക്കുന്ന, അടക്കവും ഒതുക്കവും ഉള്ള ഒരു പെണ്ണ്. മതി മതി മതി. ഇതുപോലെ എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു പെണ്ണ് ഈ ഭൂമിയിലെ ജനിച്ചിട്ടുണ്ടാവില്ല. ഒന്ന് നിർത്തടി, കളിയാക്കുന്നോ? നീ നോക്കിക്കോ, ജഗന്റെ കല്യാണം കാണുമ്പോ നിനക്ക് തോന്നും അച്ഛനമ്മമാർക്ക് ഇഷ്ടപ്പെട്ട ഒരു ബന്ധം മതിയായിരുന്നൂന്ന്. അന്നേ കുറ്റബോധം കൊണ്ട് നിന്റെ മനസ്സ് വല്ലാതെ പുകയും. നോക്കിക്കോ. അമ്മ വിചാരിക്കുന്ന പോലെ ഒരു കുഴപ്പവും എനിക്ക് മനോജിന്റെ വീട്ടിലില്ല. വളരെ സ്നേഹമുള്ളവരാ അവര്. നല്ല സന്തോഷത്തോടെയാ ഞാൻ അവിടെ കഴിയുന്നത്. എന്തിനാ മോളെ പെറ്റ വയറിനോട് നീ കള്ളം പറയുന്നത്? നീ ഞങ്ങളുടെയൊക്കെ മുമ്പിൽ സന്തോഷം അഭിനയിക്കുന്നുണ്ടെങ്കിലും ആ വീട്ടില് ഒരു സന്തോഷം ഇല്ലെന്ന് നിന്റെ മുഖത്തെഴുതി വെച്ചിട്ടില്ലേ? ഭർത്താവ് വീട്ടിൽ പണിയൊന്നും ഇല്ലാതിരിക്കുകയും ഭാര്യയായി നീ പോയി പണിയെടുത്തു കൊണ്ടുവരികയും ചെയ്യുന്ന അവസ്ഥയല്ലേ വീട്ടിലുള്ളത്? ദേ, ഒരു കാര്യം കൂടി നീ ഓർത്തോ. നിന്റെ അമ്മായി അച്ഛൻ ആ മാധവൻ നായരെ ഉള്ള പണിയും കൂടെ കളഞ്ഞ് ആ വീട്ടിൽ വന്നിരിക്കുമ്പോ ആ വീട്ടിലെ ചുമതലകളൊക്കെ നിനക്കൊറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ടി വരും. ദേ, അന്നും ഇതുപോലെ സന്തോഷം അഭിനയിക്കാൻ നന്നേ കഷ്ടപ്പെടേണ്ടി വരും.
കൊച്ചിന്റെ ഒരു പല്ല് കേടായി തുടങ്ങി. ചോക്ലേറ്റ് അധികമായി കഴിക്കണോണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കണത്. മോക്കാരാണ് ചോക്ലേറ്റ് വാങ്ങിത്തരുന്നത്? ആ, അപ്പൊ അച്ഛനാണ് ചോക്ലേറ്റ് കൊടുക്കണത്, അമ്മയല്ല അല്ലേ? ഡോക്ടർ, അത് പിന്നെ ഭർത്താവായ നിങ്ങളെ ഞാൻ കുറ്റം പറയില്ല. കുട്ടി വാശി കാണിക്കുമ്പോ തിരക്കുള്ള അച്ഛൻ ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്ത് എളുപ്പ വഴിയിൽ പരിഹാരം കാണും. പക്ഷേ ഭാര്യയായ നിങ്ങൾ കുട്ടിയെ ചോക്ലേറ്റ് കഴിക്കാൻ അനുവദിക്കരുത്. ഡോക്ടർ, അത് പിന്നെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം കുട്ടിയുടെ പല്ലുവേദന കാരണം കുഴപ്പത്തിലാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. തൽക്കാലം പല്ലെടുക്കണ്ട, കേടായ ഭാഗം അടച്ചാ മതി. എന്താ പോരെ? ഞാനൊരു ഗം പൗഡർ തരാം. പേസ്റ്റ് ഇട്ട് പല്ല് തേച്ചതിന് ശേഷം ആ പൗഡർ ഉപയോഗിച്ച് പല്ല് നന്നായിട്ട് വൃത്തിയാക്കണം. ഓക്കെ ഡോക്ടർ. ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഭർത്താവായ നിങ്ങളല്ല, ഭാര്യയാണ്. ഡോക്ടർ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിങ്ങൾ പറയുന്നത് കേട്ടിരുന്നാൽ എന്റെ കോൺസെൻട്രേഷൻ പോവും. നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒന്ന് പുറത്തേക്ക് ഇരിക്കണം പ്ലീസ്. മോളെ വാതുറന്നേ, വാതുറ മോളെ. ആ, കുറച്ചുകൂടെ. അങ്ങനെയല്ല. വന്ദന, ആ ഡോക്ടർ നമ്മളെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഒന്ന് കേൾക്കാൻ പോലും ക്ഷമയില്ലാത്തൊരു ഡോക്ടർ. ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വന്ദനെ കൊണ്ടുവന്നതിൽ ക്ഷമിക്കണം. ഡോക്ടറുടെ ഒരു തെറ്റിദ്ധാരണയല്ലേ, ക്ഷമ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ മാധവ, വന്ദനയെ കാണാൻ ആൾക്കാർ വരുന്നതുകൊണ്ട് താനിന്ന് വരുന്നില്ല എന്നല്ലേ പറഞ്ഞത്? ഇത്ര പെട്ടെന്ന് അവര് വന്നിട്ട് പോയോ? എന്താ മാധവ? അവര് വന്നില്ലടോ. ജാതകദോഷമുള്ള പെണ്ണാണെന്ന് നാടൊട്ടുക്ക് കുപ്രസിദ്ധിയല്ലേ. ആരോ മുൻകൂട്ടി ന്യൂസ് കൊടുത്തതാ. നല്ല മനുഷ്യരെ ദൈവം വല്ലാതെ പരീക്ഷിക്കുമെന്ന് പറയുന്നത് എത്ര ശരിയാ. ഇതുകൊണ്ടൊന്നും മനസ്സ് മടുത്തു പോകരുതടോ. ഹേയ്, അതൊന്നുമില്ല. ദൈവത്തിന്റെ പരീക്ഷണം ദൈവം തുടർന്നോട്ടെ. മകളെ അയക്കാനുള്ള പരിശ്രമം അച്ഛനായ ഞാനും തുടരും. ആ, എന്റെ മോളുടെ കല്യാണവും നടക്കും. അവൾക്ക് വിധിച്ച പയ്യൻ വരാൻ സമയമായില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ വേണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.